ഹായ് ഫ്രണ്ട്സ്, Sabin SB ബ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും Sabin SB ബ്ലോഗറിൻ്റെ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ക്രിസ്മസ് ട്രീ ആണ്. അധികം ചിലവൊന്നും ആവാതെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് പ്ലേസസ് ഒക്കെ വേറെ ആയിരിക്കും. കാരണം ഞാൻ ഇവിടെ വെച്ചല്ല ഉണ്ടാക്കണം. ഞാൻ ഓൾറെഡി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രോ ഉണ്ടാക്കിയതിന് ശേഷമാണ് എടുക്കണമെന്ന് മാത്രമാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് എൻ്റെ അമ്മാമ്മേൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ അവിടെ ക്രിസ്മസ് പാപ്പയെല്ലാം വന്നു. അപ്പോൾ നമുക്ക് കുങ്കൂസിൻ്റെ റിയാക്ഷനും കാണാം. ക്രിസ്മസ് പാപ്പ വന്നപ്പോൾ ഉള്ള കുങ്കൂസിൻ്റെ റിയാക്ഷൻ ഞാൻ കുങ്കൂസ് അറിയാതെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ക്രിസ്മസ് പാപ്പ വന്നത്, പിന്നെ നമ്മൾ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ചാർട്ട് പേപ്പറാണ്. ഞാനിപ്പോൾ നീല കളറാണ് എടുത്തിരിക്കുന്നത്. പച്ച കളറാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഈ 2 ചാർട്ട് പേപ്പറിനെയും ഒരുമിച്ച് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇത് ഒരു ഷീറ്റ് പോലെ നല്ല വലിപ്പത്തിലാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഷീറ്റിൻ്റെ താഴ്ഭാഗത്ത് ശകലം പശ തേക്കുകയാണ്. ഇപ്പം ഞാൻ ഇതാ ഒട്ടിച്ചും കൂടെ വച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളിതിനെ ചുരുട്ടി കോൺ ഷേപ്പിലാക്കി എടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഡെക്കറേറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കണം ഇതേപോലത്തെ മിനുക്കാണ്. ഞാൻ ഇപ്പോൾ പച്ച കളറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ലീവ്സിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ തൊട്ടത് കഴിഞ്ഞ വർഷത്തെ മിനുക്കാണ്. ഇത് ഈ വർഷത്തെ മിനുക്കാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയിൽ വ്യത്യാസമുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഡെക്കറേറ്റിംഗ് ഐറ്റംസാണ്. ഇത് ആവശ്യത്തിലും അധികം തന്നെ ഉണ്ട്. അടുത്തതായിട്ട് നമ്മളെ ചാർട്ട് പേപ്പറിൽ നമുക്ക് മിനുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ സിലിക്കൺ അങ്ങനത്തെ പവർ കൂടിയ പശയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ശകലം അപ്ലൈ ചെയ്തതിന് ശേഷം അറ്റത്ത് ഒട്ടിക്കണം. അതിനുശേഷം ചുറ്റി ഒരുപാട് ചുറ്റണം. ഒരുപാട് ചുറ്റിയതിന് ശേഷം ശകലം ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഒട്ടിച്ചാൽ പിന്നെ ഏകദേശം ആദ്യത്തെ ഒരു ബേസ് റെഡിയാവും. അതിനുശേഷം നമുക്ക് ഒരുപാട് ചുറ്റിയതിന് ശേഷം പിന്നീട് പശ തേച്ച് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ കാണുന്ന അവസാനത്തെ ലെയറും കൂടെയാണ്. ഇതും കൂടെ ഒട്ടിച്ചാൽ മിനുക്ക് ഒട്ടിക്കണ പണി കഴിഞ്ഞ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഞാൻ ഒട്ടിച്ച മിനുക്ക് ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം മറ്റേത് നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്, ഇത് ഈ വർഷം വാങ്ങിച്ചതാണ്. എങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം ഒട്ടിച്ചിട്ട് ലൈറ്റൊക്കെ ഇതിൻ്റെ മണ്ട ഇടുമ്പോൾ ഒരേപോലെ തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എല്ലാം ഒട്ടിച്ചതിന് ശേഷം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാർട്ട് പേപ്പർ എക്സസ് പറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് മുറിച്ച് കളയാം. അടുത്തായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഡെക്കറേറ്റിംഗ് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനെ ഒരു സ്റ്റാൻഡിൽ നിർത്തി വയ്ക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് മുഴുവനും മണ്ണ് ഇറച്ചതിന് ശേഷം ഞാൻ ഒരു കമ്പി ഇറക്കി വയ്ക്കുകയാണ്. കമ്പി തന്നെ വേണമെന്നില്ല, കമ്പായാലും മതി, അല്ലെങ്കിൽ PVC പൈപ്പ് ആയാലും മതി. ഇപ്പം ഞാൻ ഒരു ബ്രൗൺ കളർ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു PVC പൈപ്പിൽ ബ്രൗൺ കളർ തുണി ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ഇതിൻ്റെ മുകളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. Feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me. അപ്പോൾ ഇനി നമ്മൾ കുങ്കൂസിൻ്റെ റിയാക്ഷൻ എന്തോന്നാണെന്നാണ് നോക്കാൻ പോണ. ഇപ്പം ക്രിസ്മസ് അപ്പൂപ്പൻ വരാൻ പോവുകയാണ്.
പേടി തുടങ്ങി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും മറന്നുകൊണ്ട കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഞെക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആക്കി വയ്ക്കണം. എങ്കിലേ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കുറേ പേര് എൻ്റെ അടുത്ത് പറയാം ഞാൻ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്നും നോട്ടിഫിക്കേഷൻ കിട്ടില്ലെന്ന്. ബെൽ ബട്ടൺ ഞെക്കിയാലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സിലോ വല്ല പ്രശ്നം കാണും. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതൊരു